എല്ലാരും കണ്ടതാ ഇറങ്ങിപ്പോയത്. ഞാൻ അന്തസ്സായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? എന്തോ മസ്താനി കേട്ടില്ല. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? മസ്താനി ഇതിനുള്ള മറുപടി. ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? ചാച്ചന്റെ ഓട്ടോ എന്ന് പറയാൻ എന്താ? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? ആ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ഞാൻ പ്രൗഡായിട്ടാണ് ഇതുവരെ എല്ലാ വേദികളിലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ലൈഫ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പം എന്റെ അപ്പൻ ഓട്ടോ ഓടിച്ചാണ് എന്നെ ഇവിടം വരെ എത്തിച്ചെന്ന് ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു. ഇല്ല, എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണ്ട. മസ്താനി എന്റെ അടുത്ത് ചോദിച്ചുള്ള മറുപടിയാണ്. എന്നിട്ട് മസ്താനി ഇതിനെ വളച്ചൊടിച്ചത് ഞാൻ എന്റെ ദാരിദ്ര്യം പറഞ്ഞത്. മസ്താനി ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന്. സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത്, കാണിച്ചു കൂട്ടത് എന്തൊക്കെയാണ്. ആൾക്കാർ ഇപ്പൊ നീ ചെയ്തതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായില്ലേ? പൊട്ടിക്കാരനുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്നല്ല കുറെ പേര് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ആലോചിച്ച് നോക്ക് കയ്യിലിരിപ്പ് എന്തൊക്കെയാണെന്ന്. പിന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെറും ചെറ്റത്തരവാ. ചാച്ചന്റെ ഓട്ടോയിലല്ലേ എന്ന്. ഞാൻ അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി. നിന്നെ എങ്ങനെയാണ് ഇവിടെ ഇറക്കി വിട്ടത്? യുവമാരെല്ലാരും കൂടെ ആട്ടി കളിയാക്കി പുച്ഛിച്ചല്ലേ നിന്നെ ഇറക്കി വിട്ടത് ഇവിടുന്ന്? പുറത്തിറങ്ങി നടക്കാൻ വരുന്നുണ്ടോ? നാട്ടിൽ പോലും നിൽക്കാൻ വരുന്നില്ലല്ലോ. ഇല്ലേ? കയ്യിലിരിപ്പിന്റെയാ, കാണിച്ചതിന്റെയാ. ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ ഇറങ്ങി പോകത്തില്ലായിരുന്നു. എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിന്നെ അതുപോലെ നല്ല അടിച്ച് നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായിരുന്നു. നീ എന്റെ അടുത്ത് ചോദിച്ചില്ലേ 7ന്റെ പണി കിട്ടിയിട്ട് എനിക്ക് 14 ദിവസമായപ്പോ പുറത്തിറങ്ങിയല്ലോ. നിനക്ക് എന്നാ പണിയാ? നിനക്ക് കിട്ടിയ പണിനെ കുറിച്ച് പറയണമെങ്കിൽ എന്നാ പറയണ്ടേ? ഈ വീട്ടിലോട്ട് വന്നു കയറിയപ്പോ ഞങ്ങൾ എല്ലാവരും ചിരിച്ച് സന്തോഷം വന്നു കയറിയത്. നിറകണ്ണോട് വന്നു കയറിയില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് നീ അവിടുന്ന് സമ്മതിച്ചില്ലേ? പറഞ്ഞത് ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന്. അത് മതി മസ്താനി, എനിക്ക് അത് മതി. ഈ കൂടിപ്പോയാൽ ഞാൻ നിന്റെ പേരിൽ എന്തെങ്കിലും വീഡിയോ ഇട്ട് നിനക്ക് റിപ്പോർട്ട് ചെയ്ത് കളയാൻ പറ്റും. അത്ര തന്നെ ഉള്ളൂ. അതിനപ്പുറത്തോട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ബെല്ല് വിളിക്കുന്നു, പറ, തിരിച്ചു സംസാരിക്കുന്നേ. സംസാരിക്കും. എനിക്ക് ഒന്നും വരാനില്ല. എന്താ മസ്താനി അവിടെ നോക്കി ഷോ കാണിക്കണത്? ഇവിടെ നോക്ക്. ഞാൻ അന്തസ്സായിട്ട് നിന്റെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നത്. നീ ലൈഫ് സ്റ്റോറി അറിഞ്ഞോ പറഞ്ഞാണോ നിന്റെ വീട്ടിൽ എന്തോ മല മറിച്ചോ നീയാണെന്ന്? അതൊക്കെ പോലെ തന്നെ ഓരോരുത്തരും. മനസ്സിലായില്ലേ? ഓരോരുത്തരും കഷ്ടപ്പെട്ട് തന്നെ ഇവിടെ വരെ എത്തിയത്. വന്ന വഴി മറക്കാണ്ടിരിക്കുന്നവരത് പറയും. അത് നിന്നെ പോലെ എല്ലാം മറന്ന് ഒരു നാണം ഇല്ലാണ്ട് തെണ്ടിത്തല മുഴുവൻ കാണിച്ച്, എത്ര ചെക്കതരം കാണിക്കാതെ മുഴുവൻ കാണിച്ച് ആൾക്കാരെ മുഴുവൻ വെറുപ്പിച്ച് ഇറങ്ങിപ്പോയവളല്ല ഞാൻ. അതിലെനിക്ക് അന്തസ്സുണ്ട്. നീ ഞാൻ എന്നുള്ള അന്തരം അത്രയുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇറന്ന് മേടിച്ചതായിട്ടൊക്കെ അവളെ വായിന്നുകൊണ്ട് വർത്താനങ്ങളെ. ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയത്? എനിക്ക് പോകാൻ അങ്ങനെ ഓട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഇവിടെ നല്ല ആക്കി കളിയാക്കിയാ വിട്ടത്. ഒരു മസ്താനിയാണ് അത്ര. പേരും മാറ്റി എല്ലാം പുട്ടി വിട്ടിറങ്ങിക്കഴിഞ്ഞാൽ മസ്താനി പഴയ കാര്യങ്ങളൊന്നും ആരും മറക്കത്തില്ല. കേട്ടോ? എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും നീ എന്താണെന്നുള്ളത് നിന്റെ